ചേട്ടാ നമസ്കാരം. നമസ്കാരം. അങ്ങനെ വഖഫ് ബില്ല് പാസ്സായിരിക്കുകയാണ്. ലോക്സഭയും കടന്ന് രാജ്യസഭയും കടന്ന് ഇനി രാഷ്ട്രപതിയുടെ ഒപ്പിനായി കാത്തിരിക്കുകയാണ് വഖഫ് ബില്ല്. ആ ഒപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ വഖഫ് ബില്ല് ഗസറ്റിൽ വരും. അത് കഴിഞ്ഞ് നിയമനിർമ്മാണം ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മുടെ രാജ്യത്ത് പല പല മാറ്റങ്ങളും ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. മുനമ്പത്തുകാരെല്ലാം വളരെയധികം സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. പക്ഷെ അവർക്കിപ്പോഴും ഒരു ആശങ്കയുള്ളത്, ഇവിടെയുള്ള 19 MP-മാർ, അത് ഞാൻ സോഷ്യൽ മീഡിയയിൽ 19 വാഴകൾ എന്നാണ് പറയുന്നത്. ഈ 19 MP-മാർ ഇവരെ പറഞ്ഞ് ഭയപ്പെടുത്തിയിരിക്കുകയാണ് അത്രേ. കാരണം ഈ വഖഫ് ബില്ല് വന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ മുനമ്പത്തെ വിഷയം സോൾവ് ആകില്ല. അതിനൊക്കെ സോൾവ് ആകണമെങ്കിൽ വേറെ പല കാര്യങ്ങളും ചെയ്യണം. അതൊക്കെ ഞങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ എന്ന് വീണ്ടും പറഞ്ഞു വെച്ചിരിക്കുകയാണ്. KCBC ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അതിനിടയിൽ മുനമ്പത്ത് വലിയ ആഹ്ലാദ പ്രകടനം നടന്നു. അവിടെ BJP നേതാക്കൾ എത്തി. BJP നേതാക്കളിൽ രാജീവ് ചന്ദ്രശേഖർ ഒരു മാസ് മൂവ് ഒക്കെ നടത്തി. 50 പേര് BJP-യിൽ ചേരാൻ തയ്യാറായി. അവിടെ ഷോൾ അണിയിച്ച് മുനമ്പത്ത് സ്വീകരിച്ചു. ഇനി സുരേഷ് ഗോപി മുനമ്പത്ത് എത്തുമെന്ന് അറിയുന്നു. ജനങ്ങൾ വളരെ ആഹ്ലാദ ഭരിതരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്തിന്റെ പല ഭാഗത്തും വഖഫിനെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനടുത്ത് മുസ്ലിങ്ങൾ വഖഫ് ബില്ല് പാസ്സായപ്പോൾ മധുരം വിതരണം ചെയ്യുന്ന വീഡിയോ അടക്കം നിങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്ത ഒരു വാർത്തയുണ്ടായിരുന്നു. പല ആൾക്കാരും ആഘോഷിക്കുകയാണ്. പിന്നെ ഇതിൽ ബാധിക്കപ്പെടുന്ന ചില മത മേലാളന്മാർ, മത പൗരോഹിത്യം ആണ് ഇതിൽ വളരെയധികം ദുഃഖിക്കുന്നതും കലാപം സൃഷ്ടിക്കണമെന്നുള്ള അതിഭീകരമായിട്ടുള്ള ചിന്തയിൽ ഉഴലുന്നതും. എന്തായാലും ഈ വഖഫ് ബിൽ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ജോൺ ബ്രിട്ടാസിന് കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ആ മറുപടി രാധാകൃഷ്ണൻ MP-ക്കാണ് കൊടുത്തത്. നിങ്ങളുടെ പ്രമേയം അറബിക്കടലിൽ ഒഴുക്കും എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിന് കുറച്ചുകൂടെ ശക്തിയായിട്ട് അറബിക്കടലിൽ മുക്കുകയല്ല, ചവിട്ടി താഴ്ത്തും എന്നാണ് സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ അതിനിടയിൽ കേരളത്തിൽ വഖഫ് അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കേരളത്തിൽ പല സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തുന്നു, MP-മാരുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. യഥാർത്ഥത്തിൽ ഓഫ് കോഴ്സ് നരേന്ദ്രമോദി ആൻഡ് അമിത്ഷാ അവരാണ് ഇതിന്റെ റിയൽ ഹീറോസ്. കേരളത്തിലേക്ക് വരുമ്പോൾ ഈ വഖഫ് എന്ന് പറയുന്ന ഈ നിയമം അവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേരളം ഹീറോസ് ആയിട്ട് കൊണ്ടാടിയത് ആരെയൊക്കെയാണ്? ഈ 19 MP-മാർ ഇവർ മുനമ്പത്തുകാരെ പിന്നിൽ നിന്ന് കുത്തി, ക്രിസ്ത്യാനികളെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പറയുന്നതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോ? സാധാരണ ഈ പാർലമെന്റില് ഈ BJP അവരുടെ ബില്ലുകളെല്ലാം കൊണ്ടുവരുമ്പോൾ അവരതിനകത്ത് സംസാരിക്കാനായി തെരഞ്ഞെടുക്കുന്ന അവരുടെ MP-മാരുണ്ടാവും. ഈ ബില്ല് അവതരിപ്പിക്കാൻ കൊണ്ടുവരുന്ന MP-മാരുണ്ടാവും. അതിനവർക്ക് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ കണ്ടു ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയപ്പോൾ അതിന് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടിയ ലഡാക്കിന്റെ ഒരു MP-ക്കായിരുന്നു. ആ MP അതോടുകൂടി ഭയങ്കര വൈറലായി മാറുകയും ചെയ്തു. കൃത്യമായ ഒരു പൊളിറ്റിക്സ്, ഓരോ ബില്ല് കൊണ്ടുവരുമ്പോഴും കൃത്യമായ പൊളിറ്റിക്സ്, പ്രാദേശികമായിട്ടുള്ള ഒരു ഇത് ഒക്കെ വെച്ചിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഇത്തവണ നമ്മുടെ ന്യൂനപക്ഷ കാര്യമന്ത്രി തന്നെയാണ് ആ ബില്ല് അവതരിപ്പിച്ചത്. കിരൺ റിജ്ജുവാണ് അവതരിപ്പിച്ചത്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടെ പ്രാധാന്യമുള്ള അരുണാചലിൽ നിന്നുള്ള MP കൂടെയാണ് അദ്ദേഹം അത് അവതരിപ്പിക്കുമ്പോൾ ഇത്തവണ അവർ കൃത്യമായി തന്നെ ലക്ഷ്യമിട്ടത് കേരളത്തെ ആണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കേരളത്തെയും ക്രിസ്ത്യൻസിനെയും വോട്ട്, അതായത് മുസ്ലിംസ് ആണല്ലോ വഖഫിന്റെ ഒരു സൈഡിൽ നിന്ന്, കൃത്യമായി തന്നെ ഇപ്പുറത്തെ ഞങ്ങള് ന്യൂനപക്ഷത്തിനെതിരാണ് ഈ ബില്ല് എന്ന് പറയുന്നതിന്റെ പൊന പിടിക്കുക എന്നുള്ളതായിരുന്നു BJP ഇന്ന് ഇപ്രാവശ്യം പാർലമെന്റ് ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ മറ്റൊരു ന്യൂനപക്ഷത്തെ ഇപ്പുറത്തെ സൈഡിൽ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതായത് മുസ്ലിം പ്രതിരോധം ഉയർത്തുമ്പോൾ തന്നെ കണ്ടില്ലേ, ക്രിസ്ത്യാനികളെ പോലും അവരുടെ പള്ളികൾ പോലും വഖഫ് പിടിച്ചെടുത്തിരിക്കുന്നു എന്നൊരു ആംഗിൾ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് മാത്രവുമല്ല, വെൽ പ്ലാൻഡ് ആയിട്ടൊരു മൂവ് ആയിരുന്നു അവർ ചെയ്തത്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, പലരും പറയുന്നു ഈ രാഹുൽ ഗാന്ധി സഭയിൽ സംസാരിച്ചില്ല, മോശമായി പോയെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് എടുത്ത വളരെ ബുദ്ധിപൂർവമായ ഒരു നീക്കമായിരുന്നു അതെന്ന് പറയേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധി ആയിരുന്നു ഇതിന്റെ ഒരു ചർച്ചയുടെ മുൻപിൽ നിന്നില്ലെങ്കിൽ ചർച്ചയുടെ ആംഗിൾ മാറിപ്പോയത്. അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും പ്ലാൻ എയും പ്ലാൻ ബിയും ഉണ്ടാകും പാർലമെന്റിനകത്ത് എടുക്കേണ്ട സ്റ്റാൻഡിനെ കുറിച്ച്. അതിൽ BJPയുടെ പ്ലാൻ ബി ആയിരുന്നു ഈ പറയുന്ന കേരളത്തിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ മൈനോറിറ്റിയെ കൂടെ നിർത്തിക്കൊണ്ട് ഉള്ള അറ്റാക്ക്. അത് പ്ലാൻ ബി ആയിരുന്നു. നേരെ മറിച്ച് രാഹുൽ ഗാന്ധി ആയിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടീമുകളായിരിക്കില്ല, സുരേഷ് ഗോപി, ജോർജ് കുര്യനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കില്ല അറ്റാക്ക് ചെയ്യുന്നത്. പകരം അത് നോർത്തിൽ നിന്നുള്ള MP-മാർ തന്നെ ആയിരിക്കും അതിന് മറുപടി കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണല്ലോ ഏറ്റവും കൂടുതൽ രാജ്യം ഭരിച്ചത്. അപ്പോൾ അവരുടെ അച്ഛനും അപ്പനും അമ്മമ്മയ്ക്കും ഒപ്പം തന്നെ അവരുടെ പൂർവികന്മാരും ഒക്കെ ചെയ്ത തെറ്റുകുറ്റങ്ങളെല്ലാം കൂടെ എടുത്തിട്ടുകൊണ്ടായിരിക്കും ആ രീതിയിൽ അത് ആംഗിൾ പോയത്. കോൺഗ്രസ് അവരുടെ അവർ തന്ത്രം മാറ്റിയപ്പോൾ BJP നേരെ തന്ത്രം മാറ്റി. BJP തന്ത്രം മാറ്റിയപ്പോൾ അത് ഹീറോസ് ആയത് കേരളത്തിന്റെ MP-മാരാകുന്നത് സ്വാഭാവികം മാത്രമാണ്. നമുക്കറിയാം അതിനകത്ത് പങ്കെടുത്ത ശ്രീ ജോർജ് കുര്യൻ അടക്കം എത്ര പ്ലാനിങ്ങോട് കൂടിയാണ് അദ്ദേഹം സഭയിൽ എത്തിയതെന്ന് കാണാൻ പറ്റും. നമ്മുടെ ഇടുക്കി ബിഷപ്പ് ഹൗസ് ആക്രമിച്ചതിന്റെ FIR അടക്കമാണ് അദ്ദേഹം സഭയിൽ എത്തിയത്. എന്തായാലും ആ സമയത്ത് വിചാരിച്ച FIR-ന്റെ കോപ്പി അദ്ദേഹത്തിന് കൈ കിട്ടില്ലല്ലോ, സഭയിലിരിക്കുന്നു. അപ്പോൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവരെത്തിയത്. എത്തി എന്ന് മാത്രവുമല്ല, പ്രതിപക്ഷം ചിന്തിക്കാത്തിടത്തേക്ക്
അവര് അതിന്റെ ആംഗിൾ സെറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം ഒരിക്കലും കേരളത്തിലെ ഒരു ചെറിയ പ്രദേശം, മുനമ്പം പോലൊരു ചെറിയ പ്രദേശം പാർലമെന്റ് പോലെ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യപ്പെടില്ല എന്ന് കേരളത്തിന്റെ എംപിമാർ കരുതിയെങ്കിൽ ആ കേരളത്തിന്റെ എംപിമാരെ കൃത്യമായി തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ വിഷയം കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജ്ജു അനവധി മുനമ്പം മുനമ്പം എന്ന വാക്ക് ഉച്ചരിക്കുന്നു. സ്വാഭാവികമായി നമുക്കറിയാം ഈ സഭാ ടി വി ഒക്കെ രാത്രിയിൽ യൂട്യൂബിന്റെ ലൈവ് നോക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിന് പേരാ കാണുന്നത്. 2,500,000 2,50,000 പേരൊക്കെയാണ് ഇത് കാണുന്നത് ഈ ചർച്ച. അപ്പം ഈ രാജ്യം മുഴുവൻ കാണുന്ന ഒന്നാണ് സഭാ ടി വി. അപ്പൊ ഈ സഭാ ടി വിയിൽ ഈ മുനമ്പം എന്നുള്ളത് വലിയ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ കാര്യങ്ങൾ ഊന്നി പറയും. കിരൺ റിജ്ജു തന്നെയാണ് അത് തുടക്കം കൊടുക്കുന്നത്. പിന്നീട് ജോർജ് കുര്യനിലേക്ക് എത്തുമ്പോൾ ജോർജ് കുര്യൻ അത് ക്രിസ്ത്യാനികൾക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്നതിന്റെ ഡീറ്റെയിൽസ്, അതായത് DYFIക്കാരെ ഒരു പള്ളി തകർത്തു എന്ന് അദ്ദേഹം പറയുന്നു, കോൺഗ്രസ്സുകാർ ബിഷപ്പ് ഹൗസ് ആക്രമിച്ച കഥ, പിന്നെ കലറങ്ങാട് പിതാവിന്റെ കഥ, മറ്റേ ഈ മാർച്ച് നടത്തിയതും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യണം എന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും എല്ലാം അടുത്ത് വെച്ചിട്ടാണ് ഒരു അറ്റാക്ക് അവിടെ നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് സുരേഷ് ഗോപിയുടെ പരിമിതികൾ എന്തായാലും അവരുടെ പാർട്ടിക്ക് നന്നായിട്ട് അറിയാം, BJP. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി സിനിമാറ്റിക് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെയാണ് സുരേഷ് ഗോപി ഈ ബില്ലിലേക്ക് പോയത്. കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായി വലിയ അവബോധം ഈ കേരള പൊളിറ്റിക്സിനെ കുറിച്ച് അദ്ദേഹത്തിനില്ല. ഇപ്പൊ ഈ DYFIയുടെ ചർച്ചിന്റെ നിര കടന്ന പ്രതിഷേധമായാലും കോൺഗ്രസിന്റെ ആക്രമണമായാലും ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധം അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ രണ്ട് പേരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അതായത് ഈ സഭയിൽ ആദ്യാവസാനം തിളങ്ങി നിന്നത് മലയാളികളായ എംപിമാരാണെന്ന് പറയേണ്ടി വരും. ഒന്ന്, സ്വാഭാവികമായി തന്നെ കേരളത്തിൽ നിന്ന് ജയിച്ച 19 എംപിമാർ ഒരു സൈഡിൽ, ഇപ്പുറത്തെ സൈഡില് സുരേഷ് ഗോപി രാജ്യസഭാ MP ആയ ജോർജ് കുര്യനുമായിരുന്നു രണ്ട് സൈഡിൽ നിന്നത്. അത് ഒരു കൃത്യമായ പൊളിറ്റിക്സ് നൽകാൻ കഴിയും. ഇതിലൂടെ മറ്റൊരു സന്ദേശം കൂടി BJP നൽകുന്നുണ്ട്. അത് കേരളമാണ് തങ്ങളുടെ അടുത്ത ടാർഗറ്റ്, കേരളം തമിഴ്നാടുമാണ് തങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലൊക്കെ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് പരിശോധിച്ച് നമുക്കറിയാം. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവിടെ വലിയ നാടകീയ നീക്കങ്ങളാണ് നടക്കുന്നത്. അണ്ണാമലൈ അവിടുന്ന് മാറ്റി എൽമുരുകനെയോ ഇല്ലെങ്കിൽ ഈ നാഗേന്ദ്രയൊക്കെ പ്ലേസ് ചെയ്യാനായിട്ട് ഉള്ള ശ്രമം നടക്കുന്നു. കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ ചടുലമായ നീക്കങ്ങളാണ് നടക്കുന്നത്. പാർലമെന്റിൽ കേരളത്തിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ തന്നെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് BJP കേന്ദ്ര നേതൃത്വം. രണ്ടാമത് അതിന്റെ ഒരു ബാക്കിയായിട്ടാകണം ഇന്ന് ഇപ്പോ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു അധ്യക്ഷ പദവി ഏറ്റത്തിന് ആദ്യത്തെ മൂവ് തന്നെ വീണ വിജയന് എതിരായിട്ടുള്ള ആ ഒരു കേസിന്റെ കുറ്റപത്രത്തിന്റെ സ്പീഡ് കൂടും. അതായത് CPM ആണ് ഞങ്ങളുടെ ശത്രു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതെല്ലാം ഒരേപോലെ ചെയിൻ പോലാണ് നടക്കുന്നത്. വഖഫ് ബില്ലിന് തൊട്ട് പിന്നാലെ തന്നെ NIAയുടെ റെയ്ഡ് വരുന്നു മലപ്പുറത്ത്. അതിനോടനുബന്ധിച്ച് വരുന്ന അതിന് തൊട്ട് ഒരു 6 മണിക്കൂർ മുമ്പ് വരുന്ന വാർത്ത വീണ വിജയനെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഈ ആന്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിക്കാനായിട്ട് ഉള്ള ആ ഒരു ചാർജ് ഷീറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം വളരെ വേഗത്തിലാണ്. കാരണം നമ്മളൊക്കെ എപ്പോഴും സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ BJP CPM തമ്മിൽ ഭയങ്കര ടൈപ്പാണെന്നും ഇവർ തമ്മിൽ എന്തൊക്കെ ഇടപാടുകളുണ്ടെന്നും ഈ കേസുകളൊന്നും പൊങ്ങില്ല എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഒരു ഇടുത്തി പോലെയാണ് മൂവ്മെന്റ് നടക്കുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ വന്നതോടുകൂടി കൃത്യമായി തന്നെ അവർക്കൊരു പ്ലാനിങ്ങോടാണ് അവർ എത്തിയിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത്ര പെട്ടെന്നൊരു മൂവ്മെന്റ് നടക്കുന്നില്ല. വളരെ സ്പീഡിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. വളരെ ചടുലമായ നീക്കങ്ങളാണ് നടക്കുന്നത്. ഇവിടുത്തെ കേരളത്തിന്റെ മുൻകാല BJPയുടെ നേതാക്കന്മാർ പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടക്കുമെന്ന്. കാരണം അത് കാലാകാലങ്ങളിൽ ഒരു ഉണ്ടായിരുന്ന ഒരു അഴകുഴമ്പം മറ്റിൽ നിന്ന് മാറി പോകുന്നു എന്നുള്ളതുമാണ്. ഏതായാലും ഇതിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഇതൊക്കെ തന്നെയാണ്. BJP കേന്ദ്ര നേതൃത്വം കേരളം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ വഖഫ് ബില്ല് ഇപ്പോ പാസ്സായി കഴിഞ്ഞപ്പോൾ ഈ മുനമ്പംകാർക്ക് അതുകൊണ്ട് ഒരു ഗുണമില്ല എന്നിവിടെ ഒരു നറേറ്റീവ് അടിച്ചിറക്കുന്നുണ്ട്. അത് സത്യമാണോ? അത് സത്യമല്ലെന്നാണ് മുനമ്പംകാർ തന്നെ പറയുന്നത്. അത് മുനമ്പംകാർ വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കി അവരകത്ത് സെക്ഷൻ 2-നെ കുറിച്ചൊക്കെ 2A കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ അവർ പറയുന്നുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് പേടിയില്ല, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇത് ഉത്തരവ് വന്നിരിക്കുന്നത്. ഇത് പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി അവർ പറയുന്നത് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതോടുകൂടി, രാഷ്ട്രപതി ഒപ്പിട്ട് ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതോടുകൂടി തന്നെ ഞങ്ങളുടെ പ്രശ്നം തീർന്നു. പിന്നെ അവർ പറയുന്നത് ഈ സമരം ഇപ്പൊ പിൻവലിക്കില്ല, പകരം ഞങ്ങൾക്ക് റവന്യൂ രേഖകൾ കിട്ടിയാലേ പിൻവലിക്കും. റവന്യൂ രേഖ കൊടുക്കേണ്ട കേന്ദ്രമല്ല, സംസ്ഥാന സർക്കാരാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിലവിൽ ഇവര് ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ കോടതി കേസുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനിയിപ്പോ ആ നിലവിലത്തെ കേസിന് യാതൊരു എന്താ പറയുക പ്രസക്തിയില്ല, തീർന്നു ആ കേസ്. കാരണം ഇങ്ങനൊരു ബോർഡ് ഇല്ലല്ലോ. ആ ബോർഡ് തന്നെ അന്യാധീനപ്പെട്ട് പോകുമ്പോൾ ആ ബോർഡ് തന്നെ ഡിസ്പോസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനോടനുബന്ധിച്ചുള്ള കേസും പോകും, സ്വാഭാവികമാണ്. അത് നിലനിൽക്കുന്നില്ലല്ലോ. ഇപ്പൊ ഒരു വസ്തു ഉണ്ടെങ്കിലല്ലേ ആ വസ്തുവിനെതിരെ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ആ വസ്തു നിലവിലില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു ബോർഡ് ഇപ്പം നിലവിലില്ല. ഇത് ഇപ്പം
രാഷ്ട്രപതി ഒപ്പിട്ട് ഗസറ്റി വിജ്ഞാപനം ചെയ്തുകൊണ്ട് ആ ബോർഡ് തന്നെ നിലവിലില്ല. അപ്പൊ പിന്നെ കേസുകൾക്കൊന്നും കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, കാലാകാലങ്ങളിൽ കള്ളം പറഞ്ഞിട്ട് ഈ ജനങ്ങളെ പറ്റിക്കുന്ന രീതി ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് ഉള്ളത് കൊണ്ട് അവർ അങ്ങനെ ഒരെണ്ണം അടിച്ചിറക്കുന്നു എന്ന് മാത്രമല്ല, പക്ഷെ മുനമ്പങ്കാരെ വിശ്വസിപ്പിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ വിക്ടിം ഇരകൾ എന്ന് പറയുന്നത് മുനമ്പത്തുള്ളവരാണ്. അവരെ പോലും വിശ്വസിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. പുറത്തുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെ വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പരാജയം. അത് നിലനിൽക്കുന്ന കാര്യമല്ല. അവര് പറയുന്നത് ഈ നിയമം ഞങ്ങൾക്ക് ഗുണമാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നിരിക്കുന്നു, ഇനി കിട്ടുന്ന റവന്യൂ രേഖ കിട്ടിയാൽ ഞങ്ങൾ സമരം പിൻവലിക്കാം. റവന്യൂ രേഖ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അത് വേണം അല്പം വൈകിപ്പിക്കാം എന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് കഴിഞ്ഞ ദിവസം ഈ നിയമപരമായി കൊടുത്തേ പറ്റും. മുനമ്പങ്കാരെ സംബന്ധിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ചില വരികൾ വായിക്കാനിടയായി. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതായത് രാജ്യത്ത് സെക്യുലറിസം, പിന്നെ മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ, ഒന്ന് സാഹോദര്യം, സ്നേഹം, ഇതൊക്കെ വേണമെങ്കിൽ കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ തന്നെ നമ്മളൊന്ന് പിടിക്കണം. പക്ഷേ സ്വസ്ഥമായിട്ട് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ അതിന് BJP തന്നെ വരണം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രാജ്യസഭയിലും വഖഫ് ബില്ല് പാസ്സായത് എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ വഖഫ് ബില്ല് ഇവിടെ പാസ്സാകുമ്പോൾ അവസാനത്തെ ചോദ്യം, ക്രിസ്ത്യാനികൾക്കിടയിൽ ഇത് BJPക്ക് ഒരു അപ്പർ ഹാൻഡ്, ഒരു സ്വാധീനം കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ? മുനമ്പങ്കാർക്ക് BJPക്ക് മാത്രമാണ് ഒരു ആശ്രയം എന്നുള്ള രീതിയിലുള്ള വലിയ നറേറ്റീവ് ഇവിടെ ഫോമായി വന്നിട്ടുണ്ട്. അത് ഇവിടെയുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഭയപ്പെടുത്തുന്നുണ്ട്. KCBC അടക്കം BJPയിലേക്ക് ചായാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ അവരിൽ ചില അച്ഛന്മാര് പറയുന്നത് ഇല്ല, മുനമ്പത്തുകാരുടെ നിലപാടല്ല ഞങ്ങൾക്ക് എന്നാണ് അവര് പറയുന്നത്. എന്തായിരിക്കും ഇനി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച്, ഈ മുനമ്പവുമായി ബന്ധപ്പെട്ടും വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടും സംബന്ധിച്ചും BJPക്ക് കിട്ടാൻ പോകുന്ന ഒരു പ്ലസ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ? പ്ലസിനെ കുറിച്ച് ഇപ്പൊ പറയാൻ പറ്റില്ല. കാരണം വെച്ചാല് 2019 രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്ത് വാരിക്കോരി കേരളത്തിലെ പലതിനും കൊടുത്തിട്ടുള്ളതാണ്. ഇവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം തന്നെ അൽഫോൺസ് കണ്ണന്താനം മന്ത്രി ആയിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഈ ക്ഷേത്രങ്ങൾക്കും ദേവാലയങ്ങൾക്കും, പുരാതന ക്ഷേത്രങ്ങളിലേക്ക് ഡെവലപ്മെന്റ് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതിൽ വലിയ ഫണ്ടും ഇവിടുത്തെ ക്രിസ്തീയ സഭകൾക്ക് തന്നെ ആയിരുന്നു കൊടുത്തിരുന്നത്, പള്ളികൾ നന്നാക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അന്ന് ആ പ്രയോജനം ഇവരുടെ ഭാഗത്തൊന്നും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും പുതിയ നേട്ടം ഉണ്ടാകുമോ ഇല്ലെന്നൊക്കെ വോട്ടെണ്ണുമ്പോഴേ അറിയാൻ പറ്റൂ. ഏതായാലും ഇവരുടെ ഒരു തുറന്ന നിലപാട് ഇവർ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു സ്റ്റാൻഡ് തന്നെയാണ് കറക്റ്റ്. അതായത് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നേട്ടം കൊയ്യാൻ പറ്റത്തില്ല. ക്രിസ്ത്യാനികളെല്ലാം കൂടെ നാളെ BJP വോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. പിന്നെ അവരുടെ മനസ്സിലേക്ക് കുറച്ചു പേരുടെയെങ്കിലും, അതായത് ഒരു സാധാരണപ്പെട്ട ക്രിസ്ത്യാനിയുടെ മനസ്സിലേക്ക് BJP വന്നാൽ മാത്രമേ, ധനുഷ് നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിലെ വരികൾ പോലെ ഒരു ചിന്താഗതി എത്താൻ കാര്യമായി. കാരണം മനസമാധാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ ഞങ്ങളെ സുരക്ഷിതമായി ഞങ്ങൾക്ക് ഇനി ജീവിക്കണമെങ്കിൽ BJP തന്നെ അധികാരത്തിൽ ഇരുന്നേ പറ്റൂ എന്നൊരു ചിന്ത അവർക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കൂടി ഒരു നേട്ടമാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിക്കാൻ ഇടയായ സംഭവം. കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ വേറൊരു രീതിയിലാണ്. രാജ്യം ആര് ഭരിക്കണമെന്നാണ് പാർലമെന്റ് തീരുമാനിക്കുന്നത്. അവിടെ ഇപ്പോ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും സ്ഥാനാർത്ഥികളെ തോപ്പിച്ചുകൊണ്ടാണ് BJP വന്നത്. അപ്പൊ BJP ഭരിക്കണം എന്നൊരു ചിന്താഗതി കുറഞ്ഞ പക്ഷം ക്രിസ്ത്യാനികളുടെ ഇടയിൽ വന്നതുകൊണ്ടാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ കഴിഞ്ഞത്. ക്രിസ്ത്യൻ വോട്ട് നിർണായക ഘടകം തന്നെയായിരുന്നു തൃശ്ശൂർ, ഉള്ള കാര്യം പറയണമല്ലോ. അത് നിർണായക ഘടകം തന്നെയായിരുന്നു. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ഒരു അനുരണം, ഇല്ലെങ്കിൽ അതിന്റെ ഒരു തരംഗം സാധാരണപ്പെട്ട ക്രൈസ്തവ മനസ്സുകളിലേക്ക് വാലയലികൾ ഉണ്ടാകും. പിന്നെ ഈ സഭയിലെ അച്ഛന്മാർക്ക് പല സ്റ്റാൻഡുകൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഈ BJP നഖശികാന്തം എതിർക്കുന്ന കാലഘട്ടത്തിൽ ചില അച്ഛന്മാർ BJP സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അച്ഛന്മാരെന്ന് പറഞ്ഞാൽ അപ്പപ്പോ കാണുന്ന നിലപാടുകൾ പോകും. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർ തള്ളി പറയുകയും ചെയ്യും. പക്ഷെ ഇനി അങ്ങോട്ട് ഈ തള്ളിപ്പറഞ്ഞ് പോക്ക് അത്ര എളുപ്പമല്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. കാരണം മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയുടെ ആനുകൂല്യം മേടിച്ചിട്ട് BJP തള്ളി പറയാൻ യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. കാരണം കേരളത്തിന്റെ പൊളിറ്റിക്സ് തന്നെ മാറി തുടങ്ങിയിരിക്കുന്നു. ഇടതുവലത് മുന്നണികൾ ദുർബലമായിരിക്കുന്നു. കേന്ദ്രത്തിൽ BJP ഭയങ്കര പവർഫുൾ ആയിട്ടൊരു അപ്രമാദിത്വത്തിൽ നിൽക്കുന്നു. അതായത് ഒരു വലിയ ഭീമാകാരനായി BJP രാജ്യത്ത് വളർന്നു നിൽക്കുന്നു. അപ്പൊ അതിനെ ഇനിയിപ്പോ പഴയതുപോലെ എതിർക്കുക, ഇല്ലെങ്കിൽ പഴയതുപോലെ അതിനെ ഇങ്ങനെ കൊഞ്ഞണം കുത്തുക, അതായത് അവരുടെ സഹായം വാങ്ങുക, പിന്നീട് അവരെ തിരിച്ചു പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുൻപ് അത് നടന്നിരുന്നെങ്കിൽ ഇനി അത് അല്പം പ്രയാസകരമാണ്. കാരണം അതിന് ഫൈറ്റ് ചെയ്യുക പ്രയാസകരമാണ്. BJP പോലൊരു പ്രസ്ഥാനത്തെ ഫൈറ്റ് ചെയ്യാൻ കോൺഗ്രസിനെ കൊണ്ടും LDF കൊണ്ടും കഴിയില്ല എന്നുള്ളത് വളരെ നന്നായിട്ട്, ഹിന്ദുക്കളെക്കാൾ നന്നായിട്ട് ഇവിടെ മനസ്സിലാകുന്ന ക്രിസ്ത്യാനികൾക്ക് തന്നെയാണ്. കാരണം വിദ്യാഭ്യാസപരമായി അവർ മുൻപിൽ നിൽക്കുന്ന ഒരു സമുദായമാണ് ക്രിസ്ത്യൻ സമുദായം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അപഗ്രഥിക്കുന്ന ഒരു സമുദായം കൂടിയാണ് ക്രിസ്ത്യൻ സമുദായം. അവർക്ക് ആകെ ഒരു ന്യൂനതയുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കുന്നത് ഒരു ന്യൂനതയുള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ അവർ ചാടി പുറപ്പെടുന്ന ഒരു സ്വഭാവം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവര് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പൊളിറ്റിക്സും പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഒരു മാറ്റം നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. സുരേഷ് ഗോപിക്കെതിരെ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു.
ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് നിയമത്തിൽ ഒരു അക്കൗണ്ട് തുറന്നു ഞങ്ങളത് പൂട്ടിച്ചു. തൃശ്ശൂർ ഒരാൾ വന്നിട്ടുണ്ട്, വിഷം എന്നാണ് ഇയാൾ ഉദ്ദേശിച്ച വാക്ക് കേട്ടോ, വന്നിട്ടുണ്ട്, അത് ഞങ്ങൾ പൂട്ടിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി വന്നു കഴിഞ്ഞ ശേഷം തൃശ്ശൂരിൽ അദ്ദേഹത്തിനുള്ള ഹോൾഡ് കൂടിയോ കുറഞ്ഞോ? ബിജുചേട്ടന് അത് അറിയാൻ സാധിക്കുമല്ലോ. കാരണം ഞാൻ നോക്കുമ്പം സുരേഷ് ഗോപി അവിടെ വളരെ സജീവമാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ വളരെ ജനസമ്മതനായിട്ട് വളർന്നു വരികയാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ? ഇത് പൂട്ടിക്കാൻ ഇവർക്ക് ഇനി സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അക്കൗണ്ട് പൂട്ടുക അല്പം പ്രയാസകരമാണ്. കാരണം ഇവർ മുമ്പ് അക്കൗണ്ട് പൂട്ടിക്കൊണ്ടിരുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. നേമത്ത് അക്കൗണ്ട് പൂട്ടുന്ന സമയത്ത് BJP ഒരു വലിയ വിപത്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ അവർക്ക് ഒരു പരിധിവരെ സാധിച്ചിരുന്നു. അത് മാത്രമല്ല, ഒരു 10,000-ഓളം അധിക വോട്ട് നേമ മണ്ഡലത്തിൽ ചേർത്തിരുന്നു. ഇത് BJP-ക്കാർക്ക് അറിയാവുന്നതാണ്. അവർക്കത് തടയിടാൻ കഴിഞ്ഞില്ല, ഇല്ലെങ്കിൽ ആ വോട്ടുകൾ വെട്ടാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് 10,000-ഓളം വോട്ടുകൾ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ അധികമായിട്ട് കൊണ്ട് നേമ മണ്ഡലത്തിൽ ചേർത്ത്. അത് കൂടുതലും SDPക്കാരുടെ വോട്ടുകളായിരുന്നു. ആ വോട്ടുകൾ കൂടുതലായി ചേർത്തുകൊണ്ടാണ് നേമത്ത് അവർ ഓപ്പറേഷൻ നടത്തിയത്. അത് മാത്രമല്ല, അന്നത്തെ കേരളത്തിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന BJP എങ്ങനെയെങ്കിലും ഈ ലോകത്തു നിന്ന് ഇല്ലാതാക്കാൻ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ജനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനത്തെ ഒരു ജനമില്ല. ഏതാണ്ട് 50-50 മൈൻഡ് നിൽക്കുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് തൃശ്ശൂർ ഒരു BJP MP ജയിച്ചു പോയതുകൊണ്ട് അവർക്ക് പറയത്തക്ക ദ്രോഹമോ ആരെയും കൊല്ലുന്നില്ല, ദോഷവും ഇല്ല, BJP-ക്കാർ തെരുവിലിറങ്ങിയിട്ട് ഓരോ ക്രിസ്ത്യാനിയും മുസ്ലിമിനെ പിടിച്ച് ഇങ്ങനെ മുറിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിന് മാറുക എന്നുള്ളത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അത് ബ്രിട്ടാസും കോൺഗ്രസും ഒന്നിച്ച് വിചാരിച്ചാൽ പോലും നടക്കില്ല. കാരണം നടക്കില്ല എന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും അതിജീവനമാണല്ലോ പ്രശ്നം. ഇപ്പൊ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ധനുഷ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM കോൺഗ്രസിന് വോട്ട് മറിച്ചു കൊടുക്കൂ? ഇല്ല. കോൺഗ്രസ് CPM വോട്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് എങ്ങനെങ്കിലും അധികാരം കിട്ടില്ല, തീർന്നു കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി. CPM-നെ സംബന്ധിച്ച് എങ്ങനെങ്കിലും മൂന്നാം വട്ട അധികാരത്തിലേറിയില്ലെങ്കിൽ അതോടുകൂടി തീരും. ഈ അധികാരം ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുക, ഇല്ലെങ്കിൽ അവർ തീർന്നു, ചീട്ട് കൊട്ടാരം പോലെ തീരും, ബംഗാളിനേക്കാൾ കഷ്ടപ്പെട്ട് തീരും. ഇപ്പൊ രണ്ടു കൂട്ടർക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. BJP സംബന്ധിച്ച് കിട്ടുന്നതെല്ലാം അഡ്വാൻസ് ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി. അപ്പൊ ഇനിയുള്ള കാലത്ത് അത് നടക്കുക അസാധ്യമാണ്. ഈ വോട്ട് മറിക്കുന്ന ഒരു പ്രക്രിയ ഇനി ഇല്ല കേരളത്തിൽ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു സമുദായം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കും. ഇപ്പൊ മുസ്ലിം സമുദായം മുഴുവൻ വിചാരിക്കണം BJP തകർക്കണം എന്ന് അവർ എത്ര കിടന്ന് വിചാരിച്ചാലും അവർക്ക് ഹോൾഡുള്ള ഏരിയയിൽ മാത്രമേ അത് നടക്കൂ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അവരോടൊപ്പം തന്നെ ഏതാണ്ട് ക്രിസ്ത്യാനികളും കൂടെ നിൽക്കുന്ന സാഹചര്യമായിരുന്നു 2014 ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ച. പൗരത്വ ഭേദഗതി സമരത്തിലൊക്കെ രണ്ടു കൂട്ടരൊക്കെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച. ഇനിയിപ്പോ അങ്ങനത്തെ ഒരു കാഴ്ചകൾ കാണുക പ്രയാസകരമാണ്. കാരണം ഇത് ഈ അനുഭവങ്ങളാണല്ലോ ഓരോരുത്തരെ ഓരോ നിലപാടിലേക്ക് എത്തിക്കുന്നത്. അനുഭവം വന്നപ്പോൾ അവർക്ക് മനസ്സിലായി. മുനമ്പം അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു. എന്തായാലും കേരളത്തിലെ BJP ഒരു അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കാരണം ഈ മുനമ്പം സമരത്തിൽ പങ്കെടുത്തവരെയും പള്ളിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുനമ്പത്ത് പോയി അവരെ കാര്യം പറയാനായാലും സുരേഷ് ഗോപി അവിടെ എത്തിക്കുന്നതിലായാലും ഒക്കെ അവർ വലിയൊരു പരിധിവരെ അവർ വിജയിച്ചു. ഒപ്പം തന്നെ സഭാ നേതൃത്വത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് അവർക്ക് വലിയ ഗുണം കിട്ടിയത് എനിക്ക് തോന്നുന്നു ഷോൺ ജോർജ് ഒക്കെ വന്നത് ഒരു വലിയ മേൽക്കൈ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ അറിവ് ശരിയാണെങ്കിൽ സുരേഷ് ഗോപിയെ മുനമ്പത്തേക്ക് പറഞ്ഞു വിട്ടത് കേന്ദ്ര നേതൃത്വമായിരുന്നു എന്നുള്ളതാണ്. പുള്ളി അവിടെ ലാൻഡ് ചെയ്ത് തന്നെ വളരെ വൈകാരികമായിട്ട് തന്നെയാണ്. ഈ മാതാവിന്റെ ഒരു പ്രതിമയുമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ അദ്ദേഹം അവിടെ വരുമ്പോൾ അത് ഒരു പക്ഷെ അവിടെ ഒരു സ്തൂപമായിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അവിടെ അതിനെ പ്രതിഷ്ഠിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ. കാരണം അവിടെ ഒരു സമരഭൂമിയിൽ സമരത്തിന്റെ ഒരു എംബ്ലമായിട്ട് അതവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷെ ഭാവിയിൽ മുനമ്പം മാതാവെന്നോ അങ്ങനെ എന്തെങ്കിലും പേരിൽ അറിയപ്പെടുമായിരിക്കാം. അല്ലെങ്കിൽ തീർത്തും ആൾക്കാർ അവിടെ എത്തുന്ന പ്രാർത്ഥിക്കുന്നതുമായിട്ട്. കാരണം ഒരു ഐതിഹാസികമായ ഒരു സമരം വിജയിച്ചതാണ്. ഇന്നലെ തന്നെ ഞാൻ അവരുടേതായ ചാനൽ, ചില ക്രിസ്ത്യൻ സഭകളുടെ അതിനോട് ചായ്വ് പ്രകടിപ്പിക്കുന്ന ചാനലുകൾ ഉണ്ടപ്പം അതിനകത്ത് ചില ആൾക്കാർ ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. ഇത് ദൈവത്തിന്റെ ഒരു കയ്യൊപ്പാണ് ഇതിന്റെ കൂടെ. അതായത് സഭയിലൊക്കെ കേന്ദ്രമന്ത്രിമാർക്കും നേതാക്കന്മാർക്കും സംസാരിക്കാനുള്ള എനർജി കൊടുത്ത് മാറുകയാണ്. മാതാവ് അവിടെ വളരാനുള്ള സാധ്യത കൂടിയാണ്. കാരണം അതൊരു സ്മാരകമാണ്, അതൊരു ചരിത്രമായ ഒരു അടയാളപ്പെടുത്തലായിരിക്കും. മുനമ്പം സമരത്തിന്റെ ഒരു പ്രതീകമായിരിക്കും. അപ്പൊ അതിനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അടുത്ത വാർത്തയും അത് തന്നെ ആയിരിക്കും മലയാള മാധ്യമങ്ങളിൽ. മാതാവ് അവിടെ ഇതാകുന്ന ഒരു പ്രതിഷ്ഠാ ചടങ്ങായിരിക്കും. അത് ഞാൻ ആ തുടക്കത്തിലെ ഞാൻ ധനുഷോട് പറഞ്ഞു, ഈ മാതാവിനെ ഇപ്പൊ കൊണ്ട് വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണെന്ന്. പുള്ളി പറഞ്ഞിട്ട് പോയത് ഇതായിരുന്നല്ലോ, നിങ്ങൾ ഇത്രയും ദിവസം പ്രാർത്ഥിക്കും ഫലം മാതാവ് തരുമെന്ന്. അപ്പൊ അതൊരു പവർഫുൾ ആയി വരുന്നുണ്ട്. അങ്ങനെ ഒരു ആംഗിൾ ഇതിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു ബിജു ചേട്ടാ, താങ്ക് യു സോ മച്ച്.